ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله حيثما كنتم. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. أفأمنوا مكر الله فلا يأمن مكر الله إلا القوم الخاسرون. ആദരണീയരായ മുഅ്മിനീങ്ങളെ, സർവശക്തനായ അള്ളാഹുവിനെ സൂക്ഷിച്ചും അവനെ ഭയപ്പെട്ടും കഴിവിൻ്റെ പരമാവധി ഒരു നല്ല മുസ്ലിമായി, മുഅ്മിനായി, മുവഹിദായി, മുഖ്ലിസായി ജീവിക്കാൻ സംസാരിക്കുന്ന ഞാനും കേൾക്കുന്ന നമ്മളിൽ ഓരോരുത്തരും ശ്രമിക്കണം എന്ന് എന്നെ മറക്കാതെ അള്ളാഹുവിൻ്റെ വീട്ടിൽ വന്നു ചേർന്നവ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ഖുതുബയിൽ ചെയ്യരുത് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവപൂർവം പഠിപ്പിച്ച ചിലത് ലഅനത്തുള്ളതാണ്, ശാപമുള്ളതാണ്, വൻ പാപങ്ങളിൽ പെട്ടതാണ് എന്ന് പറയുന്ന 10ഓളം കാര്യങ്ങളെയാണ് കഴിഞ്ഞ ഖുതുബയിൽ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ ബാക്കി എന്നോണം ഒരു 3-4 കാര്യങ്ങൾ കൂടി ഈ ഖുതുബയിൽ ഓർമ്മപ്പെടുത്താൻ സമയമുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ ഓതിവച്ച ആയത്ത് അല്ലാഹു തആല ചോദിക്കുകയാണ്, അഫ അമിനു മക്റല്ലാഹ്, അല്ലാഹുവിൻ്റെ തന്ത്രത്തെ, സർവശക്തനായ അല്ലാഹു തആല ആസൂത്രണം ചെയ്യുന്ന കാര്യങ്ങളെ, അല്ലാഹുവിൻ്റെ മുന്നറിയിപ്പുകളെ, സർവശക്തനായ അല്ലാഹു തആല പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നൽകുന്ന ശിക്ഷയെ, ഇതൊന്നും എൻ്റെ വാക്കല്ല, തഫ്സീറിൽ അങ്ങനെ തന്നെ ഈ പ്രയോഗത്തെ പ്രയോഗിച്ചിട്ടുണ്ട്. ഒന്ന് അള്ളാഹുവിൻ്റെ ആസൂത്രണങ്ങളെ, അത് നമുക്കാർക്കും അറിയില്ല. അതാണ് ചില പരീക്ഷണങ്ങളായി, ശിക്ഷകളൊക്കെയായി ലോകത്തിറങ്ങുന്നത്. ഉറങ്ങിക്കിടക്കുമ്പോൾ ഇന്ന് രാത്രി 12 മണിക്ക് നമ്മുടെ നാട് പൊട്ടിക്കീറി ഉരുൾപൊട്ടൽ വന്ന് വലിയ ഘോരമായ ശബ്ദം വന്ന് വലിയ വീട് കണക്കെയുള്ള കല്ലുകൾ ഉരുണ്ടു വന്ന് ഈ ബെഡിൽ കിടക്കുന്ന എന്നെയും പിഞ്ചു മകനെയും മകളെയും കൊണ്ടുപോകുമെന്ന് ഒരാളും കിടന്നുറങ്ങുമ്പോൾ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ വല്ല സൂചനയും ഉണ്ടെങ്കിൽ അവർ അവിടെ കിടക്കുകയില്ല. ഏത് സമയത്ത്, ഏത് നാട്ടിലേക്ക്, ഏത് മണ്ണിലേക്ക്, ഏത് ഗ്രാമത്തിലേക്ക് അല്ലാഹു തആല ഏതൊരു പരീക്ഷണത്തെ ഇറക്കാൻ തീരുമാനിച്ചു എന്ന ആസൂത്രണത്തെ നമുക്കാർക്കും അറിയില്ല. അഫ അമിനു മക്റല്ലാഹ്, അല്ലാഹുവിൻ്റെ തന്ത്രത്തെ, പടച്ചവൻ ചെയ്തിരിക്കുന്ന പ്ലാനിങ്ങുകൾ, അല്ലാഹു നടത്തിയിരിക്കുന്ന ആസൂത്രണങ്ങൾ, സർവശക്തനായ റബ്ബ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പുകൾ,
അവൻ സമൂഹത്തിന്റെ മുന്നിലേക്ക് തൊടുത്തുവിടാൻ ഉദ്ദേശിക്കുന്ന ശിക്ഷാമുറകൾ, അതിൽ നിങ്ങൾ നിർഭയരാണോ? അതാണ് ചോദ്യം. എനിക്കതിലൊന്നും പേടിയില്ല. അങ്ങനെ പലതും കേട്ടിട്ടുണ്ട് നമ്മളൊക്കെ, പലതും. ഇതിലൊന്നും വലിയ കഥയില്ല എന്ന് ഒരു നിർഭയത്വം, ഒരു പേടിയില്ലായ്മ അള്ളാഹുവിൻ്റെ ആസൂത്രണങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഉണ്ടോ? അള്ളാഹു ചോദിക്കുകയാണ്. ഫലാ യഅ്മനു മക്റല്ലാഹ്, അള്ളാഹുവിൻ്റെ ആസൂത്രണങ്ങളെ, തന്ത്രങ്ങളെ നിർഭയത്വത്തോടുകൂടി ഇരിക്കാൻ കഴിയില്ല ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ, നഷ്ടകാരികളായ സമൂഹത്തിനല്ലാതെ. ലോകത്ത് നാനാഭാഗത്ത് പരീക്ഷണങ്ങൾ ഇറങ്ങിയിട്ട് കടുത്ത ശിക്ഷകൾ അള്ളാഹുവിൻ്റെ പരീക്ഷണമായി വന്നിട്ട് അതൊന്നും കണ്ടിട്ട് മനസ്സ് കുലുങ്ങാതെ ഇരിക്കാൻ സാധിക്കുക ഏറ്റവും നഷ്ടകാരികളായ സമൂഹത്തിന് മാത്രമായിരിക്കുമെന്നാണ് അല്ലാഹു തആല സൂചിപ്പിച്ചത്. അപ്പൊ 11ാമത്തെ വലിയ പാപമായി, ഓർഡറിൽ 11 നമ്മൾ ഖുതുബയിൽ പറഞ്ഞ, കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞ 10ഉം ഇന്ന് പറയുന്ന 1ാമത്തെ കാര്യം 11ാമത്തെ, അല്ലെങ്കിൽ ഇന്നത്തെ ഖുതുബയിലെ 1ാമത്തെ വലിയ പാപമായി എണ്ണേണ്ട കാര്യം എന്താണ്? അള്ളാഹുവിൻ്റെ മുന്നറിയിപ്പുകളെയും ആസൂത്രണങ്ങളെയും നിർഭയത്വത്തോടുകൂടി, പേടിയില്ലാതെ, അതിന് യാതൊരു വിലയും കൽപ്പിക്കാതെ ഇരിക്കുക എന്നത് കടുത്ത പാപമാണ്. എന്തിനാണ് അല്ലാഹു തആല ലോകത്തിന്റെ പല ഭാഗത്തും കുലുക്കുന്നത്? ലോകം ഒന്നിച്ചു കുലുങ്ങാനുണ്ട് എന്നതിലേക്കുള്ള, ഇതിനെയൊക്കെ നിഷേധിക്കുന്ന, ഇതിനെയൊക്കെ തട്ടിക്കളയുന്ന, ലോകം അവസാനിക്കേ എന്നൊക്കെ ചോദിക്കുന്ന, മരണത്തിന് ശേഷം ഒരു ജീവിതമോ എന്ന് ചോദിക്കുന്ന പലരും ലോകത്തുണ്ട്. അവരിലേക്കുള്ള സൂചനയാണ് അവൻ ജീവിക്കുന്ന നാട്ടിൽ ഒരു 100 പേരെ തിരിച്ചു വിളിച്ചുകൊണ്ട്, ഒരു 100 വീട് പെടുന്നനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ കടൽ തീരത്ത് താമസിക്കുന്ന ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് അതിശക്തമായ തിരമാലകൾ ഉരുണ്ടുകയറി മലകണക്കെ മനുഷ്യർ ജീവിക്കുന്ന ഭാഗത്തേക്ക് അല്ലാഹു തആല പറഞ്ഞയക്കുന്നത്, മനുഷ്യ, കടൽ മുഴുവൻ ഒരു ദിവസം ഇതുപോലെ പുറത്തേക്ക് ഒഴുകുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന് ബുദ്ധിയുള്ള നീ മനസ്സിലാക്കണം. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ലോക മാപ്പിൽ അടയാളപ്പെടുത്തുമ്പോ ഒരു പേന കൊണ്ട്, അതിൻ്റെ ചെറിയ ഷാർപ്പായ നിബ്ബ് കൊണ്ട് അടയാളപ്പെടുത്താൻ പോലുമില്ല. ഉണ്ടോ? ലോകത്തിന്റെ മാപ്പ് എടുത്തിട്ട് വയനാട്ടിലെ ദുരന്തം ഒരു പേനയുടെ മുട്ടുകൊണ്ട് അടയാളപ്പെടുത്താൻ പോലുമില്ല. അത്ര ചെറുതാണ് ലോകാടിസ്ഥാനത്തിൽ നോക്കുമ്പോ. എന്തിനാണ് അല്ലാഹു നൽകുന്നത്? ഒന്നിച്ച് ലോകം ഇതുപോലെ ഒന്നിച്ചില്ലാതെയാകുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന് നിഷേധിക്കുന്ന ആളുകൾക്ക് മുമ്പിൽ, ബോധമില്ലാത്ത ആളുകൾക്ക് മുമ്പിൽ, ശ്രദ്ധയില്ലാതെ ജീവിക്കുന്ന ആളുകൾക്ക് മുമ്പിൽ സൂചന കൊടുക്കുകയാണ് ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹു. മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിനെ വിശദീകരിച്ച സ്ഥലത്ത് പറഞ്ഞ വളരെ ഗൗരവമേറിയ ഒരു വാചകമുണ്ട്, ശ്രദ്ധിച്ചു കേൾക്കണം. ഇദാ അറാദല്ലാഹു ബിഅബ്ദിഹിൽ ഖൈറ, അല്ലാഹു ഒരു അടിമക്ക് ഖൈർ കൊടുക്കാൻ തീരുമാനിച്ചാൽ, അല്ലാഹു അവന്റെ ഒരു അടിമക്ക് ഖൈർ കൊടുക്കാൻ തീരുമാനിച്ചാൽ, അജ്ജല ലഹുൽ ഉഖൂബത ഫിദ് ദുനിയ, അവൻ തെറ്റ് ചെയ്തിട്ട് പാപമോചനം നടത്തിയിട്ടില്ലാത്ത, തൗബ ചെയ്തിട്ടില്ലാത്ത, ഇസ്തിഗ്ഫാർ നടത്തിയിട്ടില്ലാത്ത തെറ്റുകളിൽ അല്ലാഹു അവനെ പെട്ടെന്ന് ശിക്ഷിക്കാനാണ് അല്ലാഹു ആഗ്രഹിക്കുന്നത്. എങ്ങനെ? ഞാൻ പറഞ്ഞ ഭാഗം ക്ലിയറായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാഹു തആല ഒരു അടിമക്ക് ഖൈർ കൊടുക്കാനാണ്, നന്മ കൊടുക്കാനാണ്. മുഹമ്മദിന്, അഹ്മദിന്, ഇബ്രാഹിമിന്, യൂസുഫിന്, ഷിഹാബിന് ഖൈർ കൊടുക്കാനാണ് അള്ളാന്റെ തീരുമാനമെങ്കിൽ, അവൻ ചെയ്തിരിക്കുന്ന തെറ്റിൽ ഭൂമിയിൽ വെച്ചു തന്നെ പെട്ടെന്ന് ശിക്ഷ കൊടുക്കാനാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. അത് പരലോകത്തേക്ക് നീട്ടിക്കൊണ്ടുപോയിട്ട് പരലോകത്തോനെ നഷ്ടകാരിയാക്കി മാറ്റാൻ അള്ളാഹു ആഗ്രഹിക്കുന്നില്ല. ആ അടിമയെ അള്ളാഹ് ഇഷ്ടപ്പെട്ടതുകൊണ്ട്. അള്ളാഹ്ക്ക് അടിമയെ ഇഷ്ടാണ്, കുഴപ്പമില്ലാത്തൊരു മനുഷ്യനാണ്, അള്ളാഹിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ്. പക്ഷെ തെറ്റുണ്ട് ജീവിതത്തിൽ. അപ്പൊ അള്ളാഹ്
അവനൊരു ശിക്ഷ കൊടുക്കാൻ, ഭൂമിയിൽ അവൻ ചെയ്ത തെറ്റ് തൗബ ചെയ്യാതെ പശ്ചാത്തപിക്കാതെ അവനിങ്ങനെ അശ്രദ്ധനായി പോകുന്നുണ്ടെങ്കിൽ ആ ചെയ്ത തെറ്റു നിമിത്തം അവനെ ഭൂമിയിൽ വെച്ച് തന്നെ ഒന്ന് കൊടുക്കാനാണ്, പരീക്ഷിക്കാനാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. അപ്പോൾ ഒരു പരീക്ഷണം വന്നാൽ ചിലപ്പോ എന്നെ എഡ്ജിറങ്ങിയ സ്ഥലത്തു നിന്നൊന്ന് കയറ്റി ഇനി ശ്രദ്ധിച്ചിട്ടോ എന്ന് പറയാനാണ്. 10 കൊല്ലമായി ഡ്രൈവിംഗ് തുടങ്ങിയിട്ട് ആ ഡ്രൈവിങ്ങിനിടയിൽ നീ ഒരു പ്രാവശ്യം വലിയൊരു എഡ്ജിറങ്ങി രക്ഷപ്പെട്ടവനാണ്. അതുകൊണ്ട് ഉറക്കം വന്നാൽ ഇനി ഡ്രൈവ് ചെയ്യാതെ സൈഡാക്കി ഉറങ്ങിക്കൊള്ളണമെന്ന പാഠം അതിൽ നിന്ന് അവൻ പഠിക്കണം. നീ ഇസ്ലാം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ രാജപാതയിൽ മുന്നോട്ട് പോകുന്ന ആളാണ്. പക്ഷേ ആരും നീ ചെയ്ത തെറ്ററിഞ്ഞിട്ടില്ല. പക്ഷെ നീ ഒരു വൃത്തികേട് ചെയ്തിട്ടുണ്ട്, അതിനൊരു അടിയും നിനക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാതെയാണ് നീ പോകുന്നതെങ്കിൽ ജനകോടികളുടെ മുമ്പിൽ വെച്ച് നിന്നെ വഷളാക്കുന്ന ഒരു കോടതിയിലേക്ക് അത് നീട്ടിവെക്കും എന്ന് ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹു സൂചന തരികയാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ബയാനിലൂടെ, ഈ വിശദീകരണത്തിലൂടെ കാര്യം മനസ്സിലായിട്ടുണ്ടാകും. ബാക്കി പറയാ, വഇദാ അറാദല്ലാഹു ബിഅബ്ദിഹി അശ്ശറ, അള്ളാഹു ഒരു അടിമക്ക് ഷെറ് കൊടുക്കാനാണ് അള്ളാഹ് ഉദ്ദേശിച്ചത്, നന്മ കൊടുക്കാനല്ല. ഷെറ് കൊടുക്കാനാണ് അള്ളാഹ് തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ അംസക അൻഹു ബിദംബിഹി, അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളെ അള്ളാഹ് അങ്ങനെ പിടിച്ചു വെക്കും, ശിക്ഷ കൊടുക്കൂല. അള്ളാഹ് അങ്ങനെ പിടിച്ചു വെക്കും. ഒന്ന് ചെയ്തു, വീണ്ടും ചെയ്തു, വീണ്ടും ചെയ്തു, തെറ്റിലൂടെ എങ്ങനെ പോവുക. അള്ളാഹ് അവന് ശിക്ഷ കൊടുക്കുന്നില്ല. ഏതുവരെ? ഹത്താ യുവാഫിയ ബിഹി, അല്ലാഹു തആല അവന്റെ മരണം വരെ അങ്ങനെ കൊണ്ടുപോകും. എന്നിട്ട് യൗമൽ ഖിയാമ, ഖിയാമത്തു നാളിലേക്ക് അത് അള്ളാഹു നീട്ടിവെക്കുകയാണ്. ഇവൻ അള്ളാഹ് ഷെർ കൊടുക്കാനാ തീരുമാനിച്ചത്. പക്ഷെ ഇവൻ വിചാരിക്കണം എന്താ, ഞാൻ ഒന്ന് കട്ടു, ആരും അറിഞ്ഞിട്ടില്ല, സുഖായി പോയി. ഞാനൊരു വ്യഭിചാരത്തിൽ പോയി പെട്ടു, ആരും അറിഞ്ഞിട്ടില്ല, എന്റെ മുമ്പിൽ ഈ വാതിലുകളൊക്കെ തുറന്നിട്ടിരിക്കുകയാണ്, ആരും അറിഞ്ഞിട്ടില്ല, ഭാര്യ അറിഞ്ഞിട്ടില്ല, മക്കൾ അറിഞ്ഞിട്ടില്ല, കുടുംബം അറിഞ്ഞിട്ടില്ല, സുഖായി, ഇതൊന്നും പിടിക്കാൻ പോണില്ല എന്നാണ് ഇവൻ വിചാരിക്കുക. പക്ഷെ അള്ളാഹ് പറയാണ്, അവന് ഞാൻ ആ തെറ്റ് താൽക്കാലികമായി അവിടെ അങ്ങനെ വെച്ചു കൊടുക്കണ്. എന്തിന്? മരണത്തോടുകൂടി പരലോകത്തിലേക്ക് ഇവന്റെ ശിക്ഷയെ നീട്ടുകയാണ്. ഇവന് അള്ളാഹ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഷർറാണ്. പക്ഷെ മനുഷ്യൻ വിചാരിക്കുന്നു സുഖായി പോയി, ആരും കണ്ടിട്ടില്ല എന്ന്. ഇതാണ് അല്ലാഹു തആലയുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിഷയത്തിൽ നമ്മളെ പഠിപ്പിച്ചത്. ക്ലിയർ ആയിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പടച്ചവൻ ഖൈറു തരാൻ തീരുമാനിച്ചാൽ ചിലപ്പോൾ ചെറിയൊരു തെറ്റായിരിക്കും നേരെ പോണ ആളെടുത്ത് നിന്നുണ്ടായത്, അപ്പോഴേക്കും അതിന് ചെറിയൊരാഘാതം, ഒരു ചെറിയ അടി അള്ളാന്റെ ഭാഗത്തുനിന്ന് വരും. പാഠം ഉൾക്കൊള്ളാനാണ്. പടച്ചവൻ അവന് ഷെറ് കൊടുക്കാനാണ് തീരുമാനിച്ചതെങ്കിൽ ചിലപ്പോൾ അവന്റെ തെറ്റും അവന്റെ കുറ്റങ്ങളും ഇങ്ങനെ മൂടി വെച്ച് പോകും. അവന് തോന്നും സുഖമാണ്, പിടിക്കാൻ പോണില്ല, ഈ റൂട്ടിൽ മുന്നോട്ട് പോകാം എന്നവൻ വിചാരിക്കും. പരലോകത്തിലേക്ക് അവന്റെ ശിക്ഷയെ പടച്ചവൻ നീട്ടിവെക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഇഹലോകത്തും പരലോകത്തും ശിക്ഷ കിട്ടാത്ത വിധത്തിൽ, ഇഹലോകത്തും പരലോകത്തിലും ശിക്ഷ കിട്ടാത്ത വിധത്തിൽ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനാണ് ഒരു മുസ്ലിം എന്ന നിലക്ക്, ഒരു വിശ്വാസി എന്ന നിലക്ക് ഞാനും നിങ്ങളും ശ്രമിക്കേണ്ടത്. അപ്പൊ ഒന്നാമത്തെ കാര്യം അതാണ്. 2, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല വമൻ ദആ ഇലാ ളലാല, ഒരാൾ ഒരു വഴികേടിലേക്ക് ഒരാൾ ക്ഷണിച്ചു. കരുനച്ചിയിൽ കള്ളുടിക്കാത്ത ഒരാളെ കള്ളുടിപ്പിച്ചു ഒരാൾ, മനസ്സിലായില്ലേ? ഇതുവരെ ഒരു അന്യ പെണ്ണിന്റെ അടുത്തേക്ക് പോകാത്ത ഒരാളെ പലതും പറഞ്ഞ് പ്രേരിപ്പിച്ചു കൊണ്ടുപോയി. അപ്പൊ പോയാക്ക് ശിക്ഷ കിട്ടാതിരിക്കോ? കിട്ടൂല, ഒഴിവാകൂല. പോയാക്ക് ശിക്ഷ കിട്ടാതിരിക്കോ? ഒരിക്കലില്ല, അയാൾക്ക് ശിക്ഷ കിട്ടും. ആ വിഷയത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകുന്നതാണ് ഇന്നത്തെ ഖുത്ബയിലെ 2ാമത്തെ കാര്യം. എന്താ ഹദീസ്? മൻ ദആ ഇലാ ളലാല, ഒരാൾ ഒരു ലലാലത്തിലേക്ക്, ഒരു വഴികേടിലേക്ക്, അത് ഏത് വഴികേടും ആകാം. അതിന് ഈ ഹദീസിനെ വിശദീകരിച്ച സ്ഥലത്ത് തഫ്സീറിൽ കാണാം, ഒന്ന് ദുർമാർഗമാണ്, ഒന്ന് ബിദ്അത്താണ്, അതേപോലെ പുത്തനാചാരങ്ങളാണ്. അങ്ങനെ 100 കണക്കിന് കാര്യങ്ങളെ എണ്ണാൻ പറ്റും. ഇതിലേക്ക് ഒരാൾ ക്ഷണിച്ചു, ഇത് വഴികേടാണ്,
ആ വഴികേടിലേക്ക് ഒരാൾ ക്ഷണിച്ചു. കാന അലൈഹി മിനൽ ഇസ്മി മിസ്ലു ആസാമി മൻ തബിഅഹു ലാ യൻഖുസു ദാലിക മിൻ ആസാമിഹിം ഷൈആ. എന്താ അതിന്റെ അർത്ഥം? ഒരാൾ ഈ ലലാലത്തിലേക്ക് ക്ഷണിച്ചു. ഈ ക്ഷണം കേട്ടിട്ട് ഒരാൾ പോയി. ഏത് ഹറാമാകാം, വൃത്തികേടാവാം. ലലാലത്ത് കൊണ്ട് സാധാരണ ഉദ്ദേശിക്കാറുള്ളത് പുത്തനാചാരങ്ങൾ വഴികേടാണ്, എല്ലാ ബിദ്അത്തും ലലാലത്താണ്, എല്ലാ ലലാലത്തും നരകത്തിലേക്കുള്ളതാണ് എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഈ വഴികേടിലേക്ക് ഒരാൾ ക്ഷണിച്ചപ്പോ ഓന്റെ കൂടെ ഒരാൾ പോയി. വീട്ടിലെ കാര്യപ്പെട്ട് ജോലിയൊക്കെ ചെയ്ത് സമ്പാദിച്ചു വരുന്ന കുടുംബത്തിലെ പ്രധാനപ്പെട്ട ആളാ. അയാളാണ് വീട്ടിൽ അരി കൊണ്ടിരുന്നത്, അയാളാണ് അവിടുത്തെ വീട്ടിലെ ചെലവ് വഹിക്കുന്നത്. വാപ്പാക്ക് സുഖമില്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പൈസ കൊടുക്കണ അയാളാണ്, ഉമ്മാക്ക് പൈസ കൊടുക്കുന്നത് അയാളാണ്. അതുകൊണ്ട് മോനാണെങ്കിലും എതിർക്കണില്ല, മോളാണെങ്കിലും എതിർക്കണില്ല, മരുവനാണെങ്കിലും എതിർക്കുന്നില്ല. കാരണം മോനാണ് ആ കുടുംബത്തിന്റെ നെടും തൂണ്. താൽക്കാലികം ഓനാണ് ആ കുടുംബത്തിന്റെ നെടും തൂണ്. ഇവൻ ക്ഷണിച്ചപ്പോ കൂടെ ഇങ്ങനെ പോയി. കൂട്ടുകാരിങ്ങനെ വിളിച്ചപ്പോ കൂട്ടുകാരുടെ കൂടെ ഇങ്ങനെ പോയി. ഞാനതൊന്നും ചെയ്യാൻ വിചാരിച്ചതല്ല, പക്ഷെ അവരെങ്ങനെ വിളിച്ചപ്പോ പെട്ടുപോയി. എന്താ അതിന്റെ വിധി? പെട്ടുപോയവനും വിളിച്ചവനും ഒരുപോലെ ശിക്ഷ കിട്ടും. ചെയ്തവൻ ഒരു കുറ്റവും കുറയാതെ വിളിച്ചു കൊണ്ടുപോയവൻ അവന്റെ കുറ്റവും ഇവന്റെ വിളി കേട്ട് പോയവന്റെ കുറ്റവും അവന് ചാർത്തും. പക്ഷേ ഇവന്റെ വിളി കേട്ട് ചെയ്യാൻ പോയവനോ കുറ്റം കുറക്കുകയുമില്ല. അപ്പൊ കൊണ്ടുപോയവന് 2 കുറ്റം, പോയോന് ഓൻ ചെയ്തിട്ടുള്ള കുറ്റം. അപ്പോ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു മനുഷ്യനെ വഴിപിഴപ്പിക്കാൻ ഞാനൊരു കാരണക്കാരനായി മാറിയിട്ടുണ്ട്, ഉടനെ അവനോട് പോയി കാര്യം തുറന്നു പറഞ്ഞ് നിന്നെ ഈ തിന്മയിലേക്ക് കൊണ്ടുവന്നാല് ഞാനാ. അതുകൊണ്ട് എനിക്കെന്റെ ഗൗരവം അറിയില്ലായിരുന്നു, ഞാനിതാ തിരുത്തണേ, ഞാനതിന്ന് മാറിയിട്ടുണ്ട്, ദയവ് ചെയ്ത് മാറിക്കൊള്ളണം, പരലോകത്ത് എന്റെ മേൽ അത് ചാർത്താൻ ഒരിക്കലും കാരണമായി മാറരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആ തിന്മയിൽ നിന്ന് രാജി പറയാനും അവനോട് രാജി പറയാൻ ആവശ്യപ്പെടുകയും ചെയ്യേണ്ടത് ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ് എന്ന് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുക. അങ്ങനെ എത്ര ദലാലത്തുകളാ! നമ്മൾ ആ ദലാലത്തുകളും ബിദ്അത്തുകളൊക്കെ കാണുമ്പോൾ അങ്ങനെ മൗനം പാലിക്കുന്നവരാ. എല്ലാവരും ഖുതുബയിൽ പറയാൻ പറ്റും, ഒരു മരണവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ബിദ്അത്തുകളാ. ഒരു മരിച്ചു ഒരാള്, അവിടെ അൽ ഫാത്തിഹ. അപ്പൊ ഫാത്തിഹ ഓതല് തെറ്റാണോ? ഖുർആനല്ലേ? മരിച്ച വീട്ടിൽ ഏറ്റവും നല്ലത് പറയണമെന്നല്ലേ? അള്ളാന്റെ കലാമിനേക്കാൾ നല്ലത് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെയാണ് ആളുകൾ ചോദിക്കുക. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദീന് നമ്മുടെ കരങ്ങൾ കൊണ്ട് കൂട്ടിച്ചേർക്കാനുള്ളതല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദീനിനെ അള്ളാഹുവിന്റെ വഹയ്യ് പ്രകാരം പൂർത്തിയാക്കി തന്നിട്ടുണ്ട്. മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അടിത്തറയാണ് ഞാൻ ഈ പറയുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച കാലത്ത് എന്ത് ദീനാണോ അത് ഇന്നും ദീനാണ്. നബിയും സഹാബത്തും ജീവിച്ച കാലത്ത് എന്ത് ദീനല്ലയോ ഇന്നും അത് ദീനല്ല. അതാണ് എന്റെ അടിത്തറ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് ദീനായി എന്ത് പഠിപ്പിച്ചോ അതൊക്കെ ഇന്നും ദീനാണ്. അവിടുന്ന് എന്ത് ദീനല്ല എന്ന് നമ്മളെ പഠിപ്പിച്ചോ എന്നാൽ അത് ഇന്നും ദീനല്ല. മീറ്റിംഗ് കൂടി ദീനാക്കാൻ പറ്റൂല, മുഷാവറ കൂടിയിട്ട് അത് ദീനാക്കാൻ പറ്റൂല. എന്നാൽ ഒരു പുതിയ വിഷയം വരെയാണ്. കള്ളിനെയാണ് ഹറാമാക്കിയത്, ലഹരി ഉള്ളത് കൊണ്ടാണ് ഹറാമാക്കിയത് എന്നൊരു സാധനം പുതിയ പേരിൽ ഇറങ്ങി, മിഠായിയാണ്. അത് കഴിച്ചാലുള്ള ഫലം എന്താണ്? കള്ളുടിച്ച പോലെ തന്നെയാണ്. അപ്പൊ അതിന്റെ പേര് പറഞ്ഞുകൊണ്ട് അത് ഹറാം എന്ന് പറയേണ്ടി വരും. എന്റെ വിധി എന്താണ്? ഒന്നാണ്. അതുകൊണ്ടുള്ള ദുരന്ത ഫലം എന്താണ്? ഒന്നാണ്. അപ്പൊ അതാണ് നമ്മുടെ പ്രമാണമായി പറയുമ്പോ ഖുർആൻ, അള്ളാഹുവിന്റെ കലാം, മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്, ഇജ്മാ, ഖിയാസ്. പണ്ഡിത ലോകം ഒരു വിഷയത്തിൽ ഒന്നിച്ച് ഇത് ചെയ്യാം ഇത് ചെയ്യരുത് എന്ന അഭിപ്രായം പറയാം. നിൽക്കട്ടെ, ഞാനിപ്പോൾ അങ്ങോട്ട് കിടക്കുന്നില്ല. അപ്പൊ നമ്മുടെ വീട്ടിൽ ഒരാൾ മരിച്ചാൽ അവിടെ ഒരു പ്രത്യേക ഖുർആൻ പാരായണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ലോകത്തിലെ ഏറ്റവും നല്ല ദീനി, നമുക്ക് മാതൃക കാണിച്ചു തന്ന ദീനി പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ തങ്ങൾ മുഹമ്മദ് മുസ്തഫ
സഹാബത്ത് എത്രയോ പേർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് മരിച്ചു. ഒരാളുടെ വീട്ടിലും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളെയും കൂട്ടിയിരുന്ന് ഒരു ഖുർആൻ പാരായണം നടത്തിയിട്ടില്ല. അതിന്റെ അർത്ഥം ഖുർആൻ എതിരാണെന്നോ ഖുർആൻ മോശമാണെന്നൊന്നല്ല. ഖുർആനാണ് ഏറ്റവും നല്ല കലാമ്, ഇതിൽ തർക്കമില്ല. പക്ഷെ അവിടെ അങ്ങനെ ഒരു ചടങ്ങ് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അവിടെ മൗനമായിട്ടിരിക്കുക, മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക, ദിക്റുകൾ ചൊല്ലുക, പരലോകത്തെ ഓർക്കുക, അങ്ങനെ മനസ്സുകൊണ്ട് ഖുർആനും ദിക്റും ഒക്കെയായി ഇരിക്കുക. അവിടെ ഉറക്കെ ഒരു ചടങ്ങ് പരിപാടികളില്ല. അതാ ദീന്. ആ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ പലരും സംസാരിച്ചിട്ടാണ് പോകാറുള്ളത്. തെറ്റാണത്. ചിലപ്പോൾ അവിടുന്ന് എളാപ്പാൻ്റെ മക്കളെ കാണും, മൂത്താപ്പാൻ്റെ മക്കളെ കാണും. മോൻ ചിലപ്പോൾ ഗൾഫിൽ നിന്ന് വന്നതായിരിക്കും, മരിച്ചതറിഞ്ഞിട്ട്. ചിലപ്പോൾ കുടുംബം ഫാമിലി അവിടെ ഇരിക്കും, മോനും മക്കളും ഭാര്യയൊക്കെ അവിടെ ഇരിക്കും. അവർ അന്നാ വന്നത്. അപ്പം മയ്യത്ത് ഇങ്ങനെ കൊണ്ടുകൊണ്ടിടയിൽ എപ്പോഴാ ഫ്ലൈറ്റ് ഇറങ്ങിയത്? ഒന്നും മിണ്ടരുത്. അവരങ്ങനെ ചോദിച്ചോട്ടെ, ഒന്നും മിണ്ടണ്ട, അങ്ങനെ അടി കൊടുക്കുക. അക്ക മയ്യത്തെടുക്കൽ കഴിഞ്ഞിട്ട് പറയാ. ഇത്ര അർജൻറ്റായിട്ട് തറിഞ്ഞിട്ട് പോകണം, എന്താ കിട്ടാൻ പോണ്? ഓൻ 7 മണിക്കാ വന്നത്. 7 മണിക്കാ? ഇനി 7:15 എനക്കെന്താ പ്രശ്നം? ഒന്നുമില്ല, വെറുതെ ചോദിക്കാണ്. ഇവൻ 7 മണിക്ക് വന്നു തരുന്നു. എന്നിട്ട് എന്താ ഓന് കാര്യം? ഓന് 8 മണിക്കായി. ഇന്നപ്പോ എന്താ അവന് ലാഭം? ഒന്നുമില്ല, വെറുതെ ചോദിക്കുക. അപ്പൊ മയ്യത്ത് കൊണ്ടുപോകുമ്പോ സംസാരിക്കാതെ പോകണമെന്നാണ് ഇസ്ലാമിന്റെ വിധി. ആ വിധിയെ തെറ്റിക്കുകയാണ്. കുറേ കാലത്തിന് ശേഷം ഇവിടുന്ന് നാട് വിട്ടുപോയി വേറെ സ്ഥലത്ത് വീട് വെച്ച് താമസിക്കുന്ന ആളൊക്കെ വന്നിട്ടുണ്ട്. കൂട്ടുകാരാ മരിച്ചത്. കുറേ കാലത്തിന് 10 കൊല്ലം 20 കൊല്ലം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് കാണുകയാണ്. അന്ന് പോയതാ അവിടുന്ന്. ഇപ്പൊ ഈ മരിച്ചതറിഞ്ഞപ്പോ വന്നടാ. അപ്പോ മയ്യത്തുണ്ടോണ്ടിൽ കെട്ടിപ്പിടിച്ച് വർത്താനം പറഞ്ഞ് ഭയങ്കര ഇനി ഇത് മയ്യത്തസ്കാരം കഴിഞ്ഞിട്ട് കാണാതെ പോകുമെന്നുള്ള പേടികൊണ്ടാണ്. അപ്പൊ തന്നെ ആ റോട്ടിൽ നിന്ന് നടക്കുന്നതിനിടയിൽ കെട്ടിപ്പിടിക്കലും വർത്താനം പറയലും. ഇപ്പൊ എത്ര മക്കളാണ്? മൂത്ത മോൻ എന്താ ചെയ്യണത്? ഒന്നും മിണ്ടരുത്, മിണ്ടാതെ പോകണം. മനസ്സുകൊണ്ട് ദിക്റ് ചൊല്ലി, മനസ്സുകൊണ്ട് മയ്യത്തിനെ കുറിച്ച് ആലോചിച്ച്, മനസ്സുകൊണ്ട് മരണത്തെക്കുറിച്ച് ആലോചിച്ച്, മനസ്സുകൊണ്ട് പരലോകത്തെക്കുറിച്ച് ആലോചിച്ച് മിണ്ടാതെ പോവുക. ഓൻ 2 വട്ടം ചോദിച്ചിട്ട് നമ്മളൊന്നും പറയണില്ലെങ്കിൽ ഓനും മിണ്ടാതെ പോകും. നമ്മൾ കൂടി കൊടുക്കുമ്പോൾ ഓനും വർത്താനം പറയും. ഇവിടെ ഇമാം നബവി പറയാ, വഅലം അന്ന സ്വവാബൽ മുഖ്താർ, ഏറ്റവും ശരിയായ മാർഗം. ആരായി ഇമാം നബവി? കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന സെലഫികളൊക്കെ ന്യൂനപക്ഷമാണ്. ഇവിടെ മുസ്ലിങ്ങളുടെ കൂട്ടത്തില് ഭൂരിപക്ഷന്മാരാ സമസ്തക്കാരെന്നറിയപ്പെടുന്നവരാ. അതിൽ കേരളത്തിൽ ഏറ്റവും വലിയ മെജോറിറ്റി ആരാ? ഷാഫി മദ്ഹബിന്റെ ആളുകളാ. ഇമാം നബവി ആരാ? റഹ്മത്തുള്ളാഹി അലൈഹി 2ാം ഷാഫി എന്നറിയപ്പെടുന്ന ഷാഫി മദ്ഹബിലെ 2ാമത്തെ ഇമാമാണ്. ആ ഇമാമ് പറയാ, വഅലം, അറിയണം, അന്ന സ്വവാബൽ മുഖ്താർ, ഏറ്റവും ശരിയായ മാർഗം, മാ കാന അലൈഹി സലഫ്, മുൻഗാമികളുടെ മാർഗത്തിൽ ഏറ്റവും ശരിയായ തെരഞ്ഞെടുക്കപ്പെട്ട മാർഗം അതെന്താ? റളിയല്ലാഹു അൻഹും, മുൻഗാമികളായ അള്ളാഹു ഇഷ്ടപ്പെട്ട സഹാബികളുടെ ആ മുത്തുനബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ജീവിച്ച ആ ആളുകളുടെ മാതൃക എന്ന് പറഞ്ഞാൽ അസ്സുകൂത്ത് ഫീ ഹാലി സൈരി മഅൽ ജനാസ, മയ്യത്തിന്റെ കൂടെ പോകുമ്പോൾ അസ്സുകൂത്ത്, മിണ്ടാതെ പോകണം. ഇതൊക്കെ ഇമാം നബവിയുടെ കിതാബാണ്. നമ്മളെ നാട്ടിലെ സമസ്തന്റെ പള്ളിയിൽ അലമാരയിൽ വെക്കുന്ന കിതാബാണ്. പക്ഷേ ഉറക്കെ ചൊല്ലിയിട്ടേ പോവുള്ളൂ. സത്യല്ലേ ഈ പറയണത്? എന്താ പറഞ്ഞവിടെ? അസ്സുകൂത്ത് ഫീ ഹാലി സൈരി മഅൽ ജനാസ, മയ്യത്തിന്റെ കൂടെ പോകുമ്പോൾ മിണ്ടാതെ പോകണം. ഫലാ യർഫഅ സൗതൻ ബിഖിറാഅത്തിൻ, ഖുർആൻ ഓതിക്കൊണ്ട് നിങ്ങൾ ശബ്ദമുയർത്തരുത്. വലാ ദിക്രിൻ, ദിക്ർ കൊണ്ടും നിങ്ങൾ ശബ്ദമുയർത്തരുത്. വലാ ഗൈരി ദാലിക്, ഖുർആനുമല്ല ദിക്റുമല്ല, അതാ നേരത്തെ പറഞ്ഞ വർത്താനം, അല്ലാത്തത് കൊണ്ടും ശബ്ദമുയർത്തരുത്. അപ്പോ ആളുകൾ എന്തായാലും മറുപടി പറയാ, സാധാരണക്കാര് ശബ്ദമുയർത്തരുത് എന്ന് പറഞ്ഞാൽ ചൊല്ലാന്നല്ലേ? ആണ്. അതാ പറഞ്ഞ് മരണത്തെക്കുറിച്ച് ഓർക്കുക, പരലോകത്തെക്കുറിച്ച് ഓർക്കുക, നല്ലത് ചിന്തിക്കുക. മൗനമായി അള്ളാഹിനെ കുറിച്ച് ആലോചിച്ച് മനസ്സുകൊണ്ട് ദിക്റും പ്രാർത്ഥനയും ഒക്കെ ആയി തന്നെ നടക്കേണ്ടത്. പക്ഷെ ശബ്ദം പുറത്തേക്ക് ഉയർത്താൻ പാടില്ല. അങ്ങനെയാണോ ഇപ്പൊ പോണത്? ഉറക്കെ ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാ, ലോകത്തെ ഏറ്റവും നല്ല ദിക്ർ ഏതാ? ലാ ഇലാഹ ഇല്ലല്ലയാണ്. അതിനോട് വല്ല വെറുപ്പ് നമുക്ക് ഉണ്ടാകാൻ പാടുണ്ടോ? ഇല്ല. പക്ഷെ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ മയ്യത്തിന്റെ കൂടെ പോയില്ലേ? ഏതെങ്കിലും ഒരു മയ്യത്തിന്റെ കൂടെ സഹാബികളും അള്ളാന്റെ റസൂലും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉറക്കെ ചൊല്ലി പോയോ?
ധൃതിയിൽ പോകാനാ പറഞ്ഞത്. മിണ്ടാതെ വേഗത്തിൽ പോവുക. മയ്യത്തോണ്ട് പതുക്കെ പതുക്കെ നടക്കരുത്, വേഗത്തിൽ, പരമാവധി വേഗത്തിൽ നടക്കണം. ഹറമിൻ്റെ ഒക്കെ പരിസരത്ത് പോയി ഓടുക നമ്മൾ വിചാരിക്കുക, മയ്യത്തും കൊണ്ട് ഇങ്ങനെ ഓടുന്നത് പോലെ തോന്നും. അത്ര വേഗത്തിലാണ് അവർ മയ്യത്തുമായിട്ട് പോവുക. അപ്പം അത് ഇസ്ലാമിൻ്റെ വിധി. മൗനമായി അള്ളാഹിനെ കുറിച്ച് ആലോചിച്ച് മനസ്സുകൊണ്ട് ദിക്റും പ്രാർത്ഥനയുമൊക്കെയായി മയ്യത്തിൻ്റെ കൂടെ പോവലാണ്. സാന്ദർഭികമായി പറഞ്ഞതാ. പിന്നെ പള്ളിയിൽ നിന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞു, ഖബറിൻ്റെ അടുത്തേക്ക് എത്തി. അപ്പോൾ അവിടെ കുറേ ഉണ്ട്. ഞാൻ മിനിഞ്ഞാന്നൊരു മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുത്തു. അവിടെ സൂറത്തുൽ മുൽക്ക് ഓതുകയാണ് ആദ്യം. മയ്യത്ത് ഖബറിലേക്ക് വെച്ച് മൂടുകല്ലേക്ക് വെക്കുന്ന സമയമുണ്ടല്ലോ, അപ്പോൾ സൂറത്തുൽ മുൽക്ക്. അലം യഅതികും നദീർ, താക്കീതുകാർ വന്നിട്ടുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു, കേട്ടില്ല, ശ്രദ്ധിച്ചില്ല. ലൗ കുന്നാ നസ്മഉ വ നഅകിലു, ശരിക്ക് കേട്ടിരുന്നെങ്കിൽ, ശരിക്ക് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഈ നരകത്തിൻ്റെ ആളായി ഞാൻ മാറുമായിരുന്നില്ല. എവിടുന്നാ ഓതണത്? മരിച്ച് അയാളെ ഖബർക്ക് വെക്കുമ്പോൾ. അത് ജീവിച്ച് കള്ളു മുടിച്ച് നടക്കുമ്പോൾ പറഞ്ഞു കൊടുക്കണം. ശരിക്ക് ശ്രദ്ധിച്ചോ, പരലോകത്തെ പേടിച്ചോ, പരലോകത്തെ ഭയപ്പെട്ടോ. ഖബർക്ക് വെച്ച് മയ്യത്ത് ഖബർക്ക് വെക്കുമ്പോൾ ഞാൻ ചിന്തിച്ചിരുന്നെങ്കിൽ, ഞാൻ ആലോചിച്ചിരുന്നെങ്കിൽ, കേട്ടിരുന്നെങ്കിൽ ഞാൻ നരകത്തിൻ്റെ ആളാകുമായിരുന്നില്ല എന്ന് അവിടെ ആയത്തോതി കൊടുത്തിട്ട് കാര്യമില്ല. അത് ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കണം. ഖബറിൻ്റെ ഉള്ളിലേക്ക് പേപ്പർ വെക്കണ ചില സ്ഥലങ്ങളുണ്ട്. നഊദു ബില്ലാഹ്. ചോദ്യവും ഉത്തരവും പേപ്പറിൽ എഴുതി ഖബറിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ദീനാണെന്നാണ് ആളുകൾ മനസ്സിലാക്കുന്നത്. ഇപ്പം 2 മലക്കുകൾ വരും. ആരാ റബ്ബ് എന്ന് ചോദിക്കും കേട്ടോ. അള്ളാഹു റബ്ബി എന്ന് പറയണം, പേപ്പറിൽ എഴുതുക. എന്താ നിൻ്റെ ദീനെന്ന് ചോദിക്കും, അതിന് ഉത്തരം പേപ്പറിൽ എഴുതുക. എന്നിട്ട് മയ്യത്തിൻ്റെ തുണിയിൽ, മലപ്പുറം ജില്ലയിൽ ഞാൻ എൻ്റെ കുടുംബത്തിൽ ഒരാൾ മരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു എന്താണിത്? എന്നോട് പറഞ്ഞു മിണ്ടാൻ പറ്റില്ലായിരുന്നു. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിന്നാൽ മതി, അല്ലെങ്കിൽ പൊയ്ക്കോന്നാണ് എൻ്റെ ഉത്തരം. മനസ്സിലായില്ലേ? ഇതൊക്കെ ലോകത്ത് നടക്കുക. ഇതൊക്കെ എവിടുന്ന് കിട്ടിയ ദീനാണ്? അപ്പൊ ദീനിലേക്ക് ഇങ്ങനെ കടത്തിക്കൂട്ട് അത് ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ഇനി അതേ ഇമാം നബവി, 2ാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നബവി പറയാ, വഅമ്മാ യുസ്ലാഹു അഹ്ലിൽ മയ്യിത്തി തുആമൻ. കണ്ടോ എത്ര ക്ലിയർ ആയിട്ടാ. വഅമ്മാ യുസ്ലാഹു അഹ്ലിൽ മയ്യിത്തി തുആമൻ വജമ്മുൻ നാസി അലൈഹി. മയ്യത്തുമായി ബന്ധപ്പെട്ട ഒരു ഭക്ഷണം ഉണ്ടാക്കലും അതിലേക്ക് ആളുകളെ ക്ഷണിക്കലും ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറയാ, ഫലം യുൻകൽ ഫീഹി ശൈഉൻ, അങ്ങനെ ഒന്ന് ഇസ്ലാമിക ലോകത്ത് ഉദ്ധരിച്ചു വന്നിട്ടേയില്ല. വഹുവ ബിദ്അ, അത് ബിദ്അത്താണ്. ഗൈറു മുസ്തഹബ്ബ, ചീത്തയായ ബിദ്അത്താണ്. ഒരാൾ മരിച്ചാൽ നമ്മൾ അയൽവാസികളൊക്കെ വിളിക്കുക. അത് നിങ്ങൾ ഏത് ദിവസമാകട്ടെ, 3 ആകട്ടെ, 7 ആകട്ടെ, 14 ആകട്ടെ, 21 ആകട്ടെ, 40 ആകട്ടെ, ആളുകളെ കൂട്ടുക. എൻ്റെ വാപ്പ മരിച്ചാൽ 3-ൻ്റെ അന്ന് ഞാൻ എൻ്റെ അയൽവാസികളെ വിളിച്ച് ചോറ് കൊടുക്കലല്ല. എന്തൊക്കെയാണ് ആളുകൾ, കല്യാണത്തിന് പോലും അത്ര ചെമ്പ് നിരത്തലില്ല. ഇപ്പോൾ അയാൾ മരിച്ചിട്ട് 3-ൻ്റെ അന്ന് അത്ര വലിയ സൽക്കാരാണ്. എന്താ പേര്? പ്രാർത്ഥിക്കാനാണ്. അതിന് ബിരിയാണി വേണോ? പള്ളി തുസ്താദിനോടും കുട്ടികളോടും ദർശനം പഠിക്കണോടൊക്കെ പറയാ, പാപ്പ മരിച്ചിട്ട് ആകെ 2 ദിവസമായിട്ടുള്ളൂ, ഇന്ന് 3-ാമത്തെ ദിവസമാണ്, നിങ്ങളൊന്ന് ദുആ ചെയ്യിട്ടോ. 4-ാമത്തെ ദിവസം പറയാ, 5-ാമത്തെ ദിവസം പറയാ, കാണുമ്പോഴൊക്കെ പറയാ. അതിന് 3-ാമത്തെ ദിവസം നല്ല സാമ്പത്തിക ശേഷിയുള്ള മട്ടൻ ബിരിയാണി, അല്ലാത്ത ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി വെച്ച് വിളമ്പുക. എന്തിന്? എന്താ പേര്? കണ്ണൂക്ക്. എന്താ ഈ കണ്ണൂക്ക് പറഞ്ഞ? ബാപ്പാൻ്റെ കണ്ണ് പുഴുക്കൾ കയറിയിട്ട് ചാടും. കണ്ടോ? അതാ കണ്ണൂക്ക്. എന്താ കണ്ണൂക്ക്? കണ്ണ് ചാടുന്ന ദിവസമാണ്. ചിലപ്പോൾ പോലീസ് കേസ് ഉണ്ടായിട്ട് 10 ദിവസം കഴിഞ്ഞിട്ട് മയ്യത്തെടുക്കലുണ്ട്. കണ്ണും ചാടിയിട്ടില്ല, ഒന്നും ചാടിയിട്ടില്ല. അതൊക്കെ അള്ളാൻ്റെ തീരുമാനമാണ്, നമുക്കറിയില്ല. ഇനി കണ്ണ് ചാടുന്ന ദിവസമാണെന്ന് വിചാരിച്ചോളൂ. എന്നാൽ നമ്മളെല്ലാവരും വിളിക്കുക, ബാപ്പാൻ്റെ കണ്ണ് കയറുന്ന ദിവസം നമുക്കൊരു ബിരിയാണി എന്നാ. ഇത് ദീനാണോ? ഇത് ദീനാണോ? ഇത് അള്ളാഹുവിൻ്റെ മതാണോ? ഇതെന്തിനാണ് അത് പറയുന്നത്? ഇതൊക്കെ പഠിക്കേണ്ട ആളുകൾ ഈ പള്ളിയിൽ വരുന്നുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ, അകന്ന ബന്ധുക്കളിൽ ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇമാം നബവി പറയുന്ന എന്താണ്? ഇങ്ങനെ നിങ്ങൾ മരണവുമായി ബന്ധപ്പെട്ട ആളുകളെ വിളിക്കലും, ഇസ്ലാഹു അഹ്ലിൽ മയ്യിത്തി തുആമൻ, ഭക്ഷണത്തിലേക്ക് ആളുകളെ ഒരുമിച്ച് കൂട്ടലും, വജമ്മുൻ നാസി അലൈഹി, അതിലേക്ക് ആളുകളെ കൊണ്ടുവരലും ഒരുമിച്ച് കൂട്ടലും, ഫലൻ യുൻകൽ ഫീഹി ശൈഉൻ, അങ്ങനെ ഒന്ന് ഉദ്ധരിച്ചു വന്നിട്ടേയില്ല, ഒരു പ്രമാണത്തിലുമില്ല. വഹുവ ബിദ്അ, അത് ബിദ്അത്താണ്, പുത്തനാചാരമാണ്. ഗൈറു മുസ്തഹബ്ബ, ചീത്തയായ ബിദ്അത്താണ്. എന്നിട്ട് ആളുകൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു, പ്രമാണത്തിലില്ല. അതാ നേരത്തെ 2-ാമത്തെ പോയിന്റിൽ നിന്നിട്ടാണ് ഈ പറയുന്നത്. വൃത്തികേടിലേക്ക് നമ്മൾ ആളുകളെ ക്ഷണിക്കുക, ലലാലത്തിലേക്ക് ക്ഷണിക്കുക, വഴികേടിലേക്ക് ക്ഷണിക്കുക. എന്നിട്ട്
ആ ക്ഷണിച്ചത് നന്മയാണെന്ന് വിചാരിച്ച ആളുകൾ വരുന്നു. ഇത് പറയുന്നവർക്കും ക്ഷണിക്കുന്നവർക്കും കുറ്റമുണ്ട്, ഡബിള് ചെയ്യുന്നവർക്ക് അവരുടെ കുറ്റമുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മളമ്മ മരിച്ചു, വാപ്പ മരിച്ചു, അയൽവാസി മരിച്ചു, ഇടയ്ക്കൊക്കെ ഒന്ന് ഖബർ കാണാൻ പോ. പള്ളിപ്പടിയിൽ നമ്മുടെയൊക്കെ ബാക്കിയുള്ളവരുടെ ഖബറില്ലേ, അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അള്ളാഹു അവരുടെ ഖബറിടങ്ങളെ വിശാലമാക്കുമാറാകട്ടെ. അള്ളാഹു അവരെയും നമ്മെയും സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അമ്പിയാക്കന്മാരുടെ, ഔലിയാക്കന്മാരുടെ, സിദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ കൂടെ അള്ളാഹു നമ്മെ സ്വർഗ ലോകത്ത് പ്രവേശിപ്പിച്ച് നാളെയുടെ ലോകത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിലൊന്നും ഒരു തർക്കമില്ല. നമ്മൾ ആരെങ്കിലും മരിക്കുമ്പോൾ ഏതായാലും ഖബറിൻ്റെ അടുത്ത് പോയതാണ്, മയ്യത്തിൻ്റെ ഒപ്പം പോയത്, അപ്പം നമ്മളെ വാപ്പാൻ്റെ ഖബറിൻ്റെ അടുത്തൊന്ന് പോയിട്ട് ഇങ്ങനെ നിന്ന്, അങ്ങനെയല്ല, ഇടയ്ക്കൊക്കെ ഒന്ന് പോവുക. ബാപ്പാൻ്റെ ഖബർ തന്നെ ആവണമെന്നില്ല, ഖബർ കാണുക. ബാപ്പാൻ്റെ ഖബറിൻ്റെ അടുത്തെത്തുമ്പോൾ ഇതിൻ്റെ വാപ്പയാണല്ലോ, ഇതിൻ്റെ ഉമ്മയാണല്ലോ, കഷ്ടപ്പെട്ട് ഞങ്ങളെ വളർത്തിയതാണല്ലോ, ഏറെ പ്രതീക്ഷകൾ വെച്ച് വളർത്തിയതാണല്ലോ. തിരിച്ച് നമുക്ക് കുറേ ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ, മണ്ണിലേക്ക് ചേർന്ന് പോയല്ലോ. നമ്മളൊക്കെ വലുതാകുന്നതിന് മുമ്പ്, നമ്മളൊക്കെ ഒരു കൈത്താങ്ങ് നൽകുന്നതിന് മുമ്പ് നമ്മളെ വിട്ട് പിരിഞ്ഞല്ലോ. പടച്ചവനെ, കഷ്ടപ്പെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പാക്ക് ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ആ ഖബറിൻ്റെ അടുത്ത് വെച്ച് നമുക്ക് പറയാം. നമ്മൾ പോകുന്ന എന്തിനാണ്? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൂറുൽ ഖുബൂർ, നിങ്ങൾ ഖബർ സന്ദർശിക്കണം. ഫഇന്നഹാ തുദക്കിറുൽ മൗത്ത്, അത് നിങ്ങൾക്ക് മരണബോധം ഉണ്ടാക്കി തരും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, സൂറുൽ ഖുബൂർ, നിങ്ങൾ ഖബർ സന്ദർശിക്കണം. ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ, അത് നിങ്ങൾക്ക് പരലോകബോധം ഉണ്ടാക്കി തരും. ഈ ജുമയും കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ പള്ളിപ്പടി വണ്ടി നിർത്തിയിട്ട് ഇറങ്ങിയിട്ട് ആ ഖബർസ്ഥാനിലേക്ക് പോവുക. ഒരു 4-5 ഖബർ ഇങ്ങനെ കുത്തിയിട്ടിട്ടുണ്ട് അവിടെ. അങ്ങനെ നോക്കി അതിലേക്കൊന്ന് ഇങ്ങനെ നോക്കുക. അപ്പോൾ നമുക്ക് 10 റൂം പോരാന്നുള്ള അഭിപ്രായമല്ലേ ഇപ്പോൾ അല്ലേ? വീട്ടിൽ 12 റൂം പോരാന്നാണ്. നല്ല വലിയ 6-6 7-7 കട്ടിലിട്ടിട്ട് നല്ലൊരു സോഫി അലമാരി നമുക്ക് സ്ഥലമല്ല എന്നുള്ള കംപ്ലൈൻറ്റാണ്. അതിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വലിയ വീട് ഉണ്ടാക്കാൻ പ്രശ്നമൊന്നുമില്ല ഇസ്ലാമിൽ. നിങ്ങൾക്ക് വലിയ റൂം ഉണ്ടാക്കുക, സൗകര്യം ഉണ്ടാക്കുക, പൈസ ഉണ്ടെങ്കിൽ അതൊന്നും ഇസ്ലാം തെറ്റു പറഞ്ഞിട്ടില്ല. പക്ഷെ അതിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ പടച്ചോനെ, മലന്ന് കിടക്കാൻ പോലും ഇതിൽ സ്ഥലമില്ലല്ലോ, ഒന്ന് കമയിന്ന് കിടക്കാൻ പോലും സ്ഥലമില്ല. ഇതിലേക്ക് കൂടുന്ന തന്നെ ചെരിച്ച് കടത്തും. നമ്മളെ കൂട്ടത്തിൽ കുറച്ച് തടിയൊക്കെ ഉണ്ടെങ്കിൽ ഖബർ ഇങ്ങനെ വണ്ണം കൂട്ടൊന്നുമില്ല, ചെരിച്ചാണ് കിടത്തുക, ചെരിച്ച് കിടത്തുക. ഈ ഖബറിൽ കൊന്ന് കിടക്കാനുള്ളതാണ് ഞാൻ. അപ്പം നമ്മളെ മരണബോധം ഇങ്ങനെ ഉയരും, പരലോകബോധം ഇങ്ങനെ ഉണരും. എത്ര ഓടിയിട്ട് എന്താ കാര്യം, എത്ര ഓടിയിട്ട് എന്താ കാര്യം, ഇതിൽ വന്ന് കിടക്കാനുള്ളതല്ലേ എന്ന ചിന്ത നിന്റെ മനസ്സിലേക്ക് തരും. അതിനാ സിയാറത്ത്. നമ്മളെ നാട്ടിൽ നിന്ന് പോണ സിയാറത്ത് ഇതിനാണോ? ആദ്യം ബുക്ക് ചെയ്യണ 100 ആൾക്ക് സിയാറത്ത് ടൂറ്. ബുക്ക് ചെയ്യാത്തവർക്കോ സിയാറത്തില്ലേ? പൈസ ഉള്ളവർക്ക് മാത്രമായി സിയാറത്ത് അല്ല. നമ്മളെ നാട്ടിലെ ഖബറിൻ്റെ അടുത്ത് പോയാൽ മതി. അതിന് ഏർവാടി നാഗൂരൊന്നും പോകണമെന്നില്ല, അവിടെ നിന്ന് ഒരു പ്രത്യേകതയില്ല. ലോകത്ത് 3 സ്ഥലത്തേക്കാണ് പുണ്യം ആഗ്രഹിച്ച് പോകാൻ പറഞ്ഞ്. ഒന്ന് മക്കത്ത്, ഒന്ന് മദീനത്ത്, ഒന്ന് ഇപ്പോൾ പ്രശ്നം നടക്കുന്ന ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക്. വേറെ എവിടേക്കും പുണ്യം ആഗ്രഹിച്ച് പോകാൻ പറഞ്ഞിട്ടില്ല. ഈ 3 സ്ഥലം, ബാക്കി എവിടെ പോയാലും ഒരേപോലെയാണ്. പിന്നെ എന്തിനാ ആളുകൾ ഈ വലിയ ടൂറിസ്റ്റ് ബസ്സും വിളിച്ച് പോണത്? ഭീമ ഉമ്മാച്ചാൻ്റെ നേർച്ച കഴിഞ്ഞില്ലേ? ഇപ്പോൾ അരട്ടക്കപ്പള്ളിയിൽ നേർച്ച വരുന്നില്ലേ? ചേട്ടുവ നേർച്ച വരുന്നില്ലേ? കോഴിക്കോട് അപ്പമാനിപ്പ നേർച്ച വരുന്നില്ലേ? അവിടെ പോയോക്ക് എന്താ കാണുക? കുറേ കച്ചവടങ്ങൾ, കുറേ യന്ത്ര ഊഞ്ഞാലുകൾ, കുറേ മരണക്കിണറുകൾ, കുറേ പട്ടിയുടെ സർക്കസ്. ഇത് കണ്ടിട്ട് തിരിച്ചു വരുന്ന ഉമ്മാക്കും ബാപ്പാക്കും മരണബോധം ഉണ്ടാവുമോ? പോയ കുട്ടികൾക്ക് മരണബോധം ഉണ്ടാവുമോ? തിരിച്ചു വരുന്ന കാറിലിരുന്നിട്ട് പറയാ, കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ 4 കാറേന് മരണക്കിണറിൽ, ഇപ്രാവശ്യം 3 ഉള്ളൂ എന്നുള്ള ചർച്ചയെ. അല്ലാതെ മരണബോധം, പരലോകബോധം ചർച്ച ഉണ്ടാവുമോ? എന്തിനാ സിയാറത്ത് പറഞ്ഞത്? മരണബോധമുണ്ടാകാൻ, പരലോകബോധമുണ്ടാകാൻ. ആ ഖബർസ്ഥാനിലേക്ക് കയറുമ്പോൾ അസ്സലാമു അലൈക്കും ദാറ ഖൗമി മുഅ്മിനീൻ, മുഅ്മിനീങ്ങളായ ആളുകളുടെ ഖബറിന്റെ മുമ്പിലേക്ക് നമ്മൾ ചെന്നിട്ട് പറയാം, നിങ്ങൾക്ക് സലാം, വ ഇന്നാ ഇൻഷാ അല്ലാഹ് ലാഹിഖൂൻ. വ്യത്യസ്ത റിപ്പോർട്ടുകളുണ്ട്. ബിക്കും ലാഹിഖൂൻ കാണാം, വേറെ പ്രാർത്ഥനകൾ കാണാം, അല്ലേ? ഞങ്ങളും നിങ്ങളോടൊപ്പം പടച്ചോൻ ഉദ്ദേശിച്ചാൽ അടുത്ത നിമിഷങ്ങളിൽ വന്നു ചേരും. എന്താ പറയണത്? ഖബറാളികളെ, നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ സലാം ഉണ്ടാകട്ടെ, സമാധാനമുണ്ടാകട്ടെ. ഞങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ളതാണ്. പള്ളിപ്പടിയിൽ ഖബർസ്ഥാനിൽ കിടക്കുന്നവരെ, നിങ്ങൾ ഇവിടെ വന്നിട്ട് 2 വർഷമായി, 4 വർഷമായി, 5 വർഷമായി, 1 മാസമായി, ഇന്നലെ വന്നതാണ്. ഞങ്ങളും വരും അടുത്ത ദിവസങ്ങളിൽ നിങ്ങളോടൊപ്പം. എന്താ പറയണത്?
അപ്പം നമുക്ക് മരണബോധം ഉണ്ടാവുമോ? അതിനാണിത്. അവിടെ ചെല്ലാനും സലാം പറയാനും ആ സലാം അവർക്ക് അള്ളാഹു തആല അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് എത്തിക്കുമെന്നൊക്കെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ ഖബറിൻ്റെ അടുത്ത് ചെയ്യേണ്ട പണി എന്താണ്? തൽഖീൻ ചെല്ലലല്ല, തസ്ബീത്ത് ചെല്ലലാണ്. നമ്മളെല്ലാവരും നിൽക്കുക. ഒരാൾ ചൊല്ലിക്കൊടുക്കണ സിസ്റ്റം അല്ല കേട്ടോ, ശരിക്കും മനസ്സിലാക്കണം. ഒരു ഖുത്ബയിൽ നമുക്ക് സമയപരിധിയുണ്ട്. അല്ലാഹുമ്മ സബ്ബിത്തുഹു ഇൻദ സുആൽ, അത് കേട്ടിട്ട് എല്ലാവരും കൂടി ഏറ്റില്ല. അങ്ങനെയല്ല, എല്ലാവരും ഒരുമിച്ച് ചൊല്ലിക്കൊടുക്കണ സിസ്റ്റം ഒന്നുമില്ല. എപ്പോഴാ ചൊല്ലേണ്ടത്? ഖബറിന്ന് മൂടുകല്ല് വെച്ച് അയാൾ കയറുന്നതിന് മുമ്പ് ചൊല്ലണോ? വേണ്ട. കയറി ഉടനെ ചൊല്ലണോ? വേണ്ട. ഖബർ ഏകദേശം പൂർത്തിയായിട്ട് ചൊല്ലണമെന്നതാണ് ഏറ്റവും അഫ്ദൽ എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. വേഗം പോകാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ആളുകൾ. പെട്ടെന്ന് പോകാമെന്ന് വേഗം തുടങ്ങുക. അത്ര ധൃതിയുള്ളവർ വരണ്ടേ. ഇത് പോലീസ് അറസ്റ്റ് ചെയ്യുന്ന കേസൊന്നുമല്ല. വന്നിട്ടില്ലെങ്കിൽ അത്ര നിൽക്കാൻ നേരമില്ലാത്തവർ പോകേണ്ട ആവശ്യമില്ല. അവിടെ നിന്ന് സമാധാനത്തിൽ ഖബർ പൂർത്തിയായതിനു ശേഷം അവിടെ നിന്ന് ഒരു മൃഗത്തറുത്ത് വിതരണം ചെയ്യുക. ഒരു 10-20 മിനിറ്റ്, മാക്സിമം ഒരു അരമണിക്കൂറൊക്കെ, അത്രേ ഉള്ളൂ. അവിടെ നിന്ന് ചൊല്ലുക, തസ്ബീത്ത് ചൊല്ലുക. പിന്നെ മെല്ലെ ഉസ്താദ് തലയുടെ ഭാഗത്തിരുന്നിട്ട് കേട്ടോ, യാ അബ്ദല്ലാഹ്, യാ അബ്ദല്ലാഹ് ഇബ്നു അമത്തല്ലാഹ്, അള്ളാൻ്റെ അടിമയെ, എന്താ പറയണത്? കുൻത ഫീ ഹയാതിക, നീ നിന്റെ ജീവിതത്തിൽ ഇങ്ങനെയായിരുന്നു. എങ്ങനെ? തശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് സാക്ഷ്യപ്പെടുത്തിയ ആളാ. വതശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകനെ സാക്ഷ്യപ്പെടുത്തിയ ആളാ. വതശ്ഹദു അന്നൽ മൗത ഹഖ്ഖുൻ, മരണം സത്യമാണ് എന്ന് വിശ്വസിച്ച ആളാ കേട്ടോ. പിന്നെ ഇന്നൽ ഖബർ ഹഖ്ഖുൻ, ഖബർ സത്യമാണ്. വഅന്നൽ ഖബർ ഹഖ്ഖുൻ വഅന്ന സുആല ഹഖ്ഖുൻ വഅന്നൽ പിന്നെ ഹിസാബ ഹഖ്ഖുൻ വഅന്നൽ ബഅസ ഹഖ്ഖുൻ, ഇങ്ങനെ വഅന്നൽ മീസാന ഹഖ്ഖുൻ വഅന്നൽ സിറാത്ത ഹഖ്ഖുൻ, ഇങ്ങനെ പറയാ. എന്താണ് ഈ പറയണത്? സിറാത്ത് പാലം ഹക്കാണ്, മരണം ഹക്കാണ്, ജീവിതം ഹക്കായിരുന്നു, വിചാരണ ഹക്കാണ്, നിന്നെ രണ്ടാമത് എഴുന്നേൽപ്പിക്കുമെന്നത് ഹക്കാണ്. എന്നിട്ട് പറയും 2 മലക്കുകൾ ഇപ്പോൾ വരും, ഭയപ്പെടണ്ട കേട്ടോ. നല്ല തടിച്ച വൈദാ ജാഅക്കൽ മലക്കാനിൽ കരീമാനിൽ അളീമാനി, വലിയ 2 മലക്കുകൾ ഇപ്പോൾ വരും. എന്നിട്ട് ചോദിക്കും, നിന്നെ എഴുന്നേൽപ്പിക്കും. ഫഅയ്ഖലാഖ്, താങ്കളെ എണീപ്പിക്കും. വഅജ്ലസാഖ്, അവർ 2 പേരും താങ്കളെ എഴുന്നേൽപ്പിച്ചിരുത്തും. എന്നിട്ട് താങ്കളോട് ചോദിക്കും, മർ റബ്ബുക്, ആരാ നിന്റെ റബ്ബ്? അല്ലാഹു റബ്ബി എന്ന് ഉത്തരം പറയണം. ഇതിങ്ങനെ ചൊല്ലിക്കൊടുക്കുക തലൻ്റെ ഭാഗത്തിരുന്നിട്ട്, 1 വട്ടം 2 വട്ടം 3 വട്ടമൊക്കെ. അത് ചൊല്ലിയിട്ടില്ലെങ്കിൽ ഉസ്താദിനവിടെ പ്രത്യേക റോളൊന്നുമില്ല. എല്ലാവരും തസ്ബീത്ത് ചൊല്ലി, പള്ളിത്തെ ഉസ്താദും വന്ന് തസ്ബീത്ത് ചൊല്ലി, അവർ കൈമടക്കി വയ്ക്കാനുള്ള വകുപ്പൊന്നും അവിടെ കാണാനില്ല. ചോദിച്ചാൽ തന്നെ കുടുംബക്കാർ ചോദിക്കും, ഇപ്പം എല്ലാവരും ചൊല്ലിയിട്ടില്ല, ഇപ്പം എല്ലാവർക്കും കൊടുക്കണോ ചോദിക്കും. മനസ്സിലായണ്ടോ? ഇതിപ്പോൾ എല്ലാവരും ചൊല്ലിയിട്ടുണ്ട്. 10-60 ആളുണ്ടേന്, 100 ആളുണ്ടേന്, എല്ലാവരും ചൊല്ലി. അപ്പോൾ ആർക്കപ്പോൾ കൊടുക്കുക? അപ്പോൾ ഒരു പ്രത്യേക റോള് വേണം ഈ കാര്യപ്പെട്ടാക്ക്. അതിനാണ് തലേൻ്റെ ഭാഗത്തിരുന്ന് അള്ളാൻ്റെ റസൂലും സഹാബത്തും ചെയ്യാത്ത ഒരു പ്രത്യേക ആചാരം ഉണ്ടാക്കിയത്. അപ്പം മരിച്ച ദിവസമാണ്, ബാപ്പ പോയ ദിവസമാണ്, ഉമ്മ പോയ ദിവസമാണ്, കുടുംബക്കാരുടെ മനസ്സൊക്കെ ആകെ അലിഞ്ഞു നിൽക്കുന്ന ദിവസമാണ്. ഉസ്താദ് നമ്മളെ ബാപ്പാക്ക് വേണ്ടി പ്രത്യേകം ഇരുന്ന് ദുആ ചെയ്തതാണ്. എന്തെങ്കിലും കൊടുത്തിട്ടില്ലെങ്കിൽ മോശമാണ്. മനസ്സിലായില്ലേ? ഇങ്ങനെ ദീനിലേക്ക് ഓരോന്ന് വരുന്നത്. അതുകൊണ്ട് ഇവിടെ വന്ന ആളുകൾ, പള്ളിയിൽ വന്ന ആളുകൾ ഹക്ക് മനസ്സിലാക്കണം, കുടുംബത്തക്കാരോട് പറഞ്ഞു കൊടുക്കണം. അതൊക്കെ കഴിഞ്ഞ് എപ്പോഴാണ് ചൊല്ലുക? ആ ഖബർ പിന്നെ മണ്ണിട്ട് മൂടി നേരെ എല്ലാവരും 3 പിടി മണ്ണ് വാരിയിടും. അവിടെ ഒന്നും ചൊല്ലാനില്ല. 3 പിടി മണ്ണ് വാരിയിടുമ്പോൾ ഒന്നും ചൊല്ലാനില്ല. പിന്നെ 3 പിടി മണ്ണ് വാരിയിടുക. എന്നിട്ടവിടെ നിന്ന് തസ്ബീത്ത് ചൊല്ലുക, ധാരാളം പ്രാർത്ഥിക്കുക. പിന്നെ നമ്മുടെ മനസ്സുകൊണ്ട് മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളൊക്കെ ചൊല്ലുക. എന്നിട്ട് കുറേ കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് പിരിഞ്ഞു പോരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഖബർ സന്ദർശിക്കുന്നു. വീട്ടിലിരുന്നും യാത്രയിലൊക്കെ നമ്മുടെ ആ മരിച്ചു പോയ ആൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. ആ ഖബർ പൂർത്തിയായി കഴിഞ്ഞാൽ മണൽക്കാറ്റ് ഇങ്ങനെ അടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം അവിടെ ഒഴിക്കുക. മനസ്സിലായില്ലേ? സഹാബികളുടെ ഖബറൊക്കെ മരുഭൂമിയിലാണ്. അപ്പം മണൽക്കാറ്റ് അടിക്കുമ്പോൾ അവിടെ നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ഖബർ മൂടിക്കഴിഞ്ഞാൽ ഒരു ബക്കറ്റ് വെള്ളം അവിടെ ഒഴിക്കുക. എന്തിന്? അപ്പോൾ അത് ഒതുങ്ങിക്കിടക്കും. അപ്പോൾ കണ്ണുക്കും മൂക്കും ഒന്നും തെറിക്കൂല. നല്ല മഴക്കാലാണെങ്കിലും ടാർപ്പായി വിരിച്ചിട്ട് ഒരു കുടം കൊണ്ട് ഒരു ബക്കറ്റ് കൊടുത്തിട്ട് 3 വട്ടം ഒഴിക്കല, ഒരു ചെടി കുത്തല. ഇതൊന്നും ഇസ്ലാമിലില്ല. നമ്മളെ ആളുകൾക്ക് വരെ വസ്വാസ. കുത്തിയിട്ടില്ലെങ്കിൽ ഒരു മോശമെന്ന് വിചാരിച്ചിട്ട് കുത്തുമ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ?
ഇപ്പോൾ ഇവിടുത്തെ ഈ മഹലത്തെ ഒരാൾ പിന്നെ കുടുംബക്കാർ മരിച്ചു, അപ്പോൾ ചെടി വെക്കുമ്പോൾ ആരാ പറയേണ്ടത്? ആ മരിച്ചയാളുടെ മോൻ പറയണം, അയാളുടെ അനിയൻ പറയണം, അയാളുടെ ജ്യേഷ്ഠൻ പറയണം, അതൊന്നും വേണ്ടാന്ന്. നമ്മൾ പറയുമ്പോൾ എന്താ പ്രശ്നം? ഓല കുടുംബത്തിനൊന്നും ഒരു പ്രശ്നമല്ല, ഓൽക്കാ വാശി. മനസ്സിലായില്ലേ? ആരാ പറയേണ്ടത്? ആ മരിച്ച ആളുടെ ബന്ധുക്കൾ പറയണം അതൊന്നും വേണ്ടാന്ന്. മക്കത്തും മദീനത്തൊക്കെ ഖബറിന്റെ മേലെ ചെടിയുണ്ടോ? ഈ ചെടി എങ്ങാനും മുളച്ച് പൊന്തി വന്നാൽ സ്വർഗ്ഗാണ്. എന്നാ പള്ളിക്കാട്ട് കിടക്കണമല്ലൊക്കെ സ്വർഗത്തുകളായിരിക്കും. ആ ചെടി മുളക്കലും ഈ ഖബറത്തെ ആളുടെ ശിക്ഷ തമ്മിൽ ഒരു ബന്ധമില്ല. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഒരു ഖബറിന്റെ മേലെയും ഒരു ചടങ്ങായി ഒരു ചെടി കുത്തിയിട്ടില്ല. യാത്രയിൽ ഒരിക്കൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഈ ഖബറിൽ ആരാന്ന് ചോദിച്ചു സഹാബികളോട്, ഒപ്പമുള്ള ആളുകളോട്. ഈ ഖബറിൽ ആരാ? ഈ ഖബറിൽ ആരാ? 2 ഖബറിനെ ചൂണ്ടിയിട്ട് ചോദിച്ചു, ഈ ഖബറിൽ ആരാ? ഈ ഖബറിൽ ആരാ? അപ്പൊ ചില സഹാബികൾ പറഞ്ഞു ഞങ്ങൾക്ക് അറിയില്ല, ചില ആളുകൾ പറഞ്ഞു ഇന്ന ആളാണ് എന്ന്. അപ്പൊ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹ് എനിക്ക് അറിയിച്ചു തരുന്നുണ്ട്, ഈ ഖബറിൽ കിടക്കുന്ന ആൾക്ക് കടുത്ത ശിക്ഷ കിട്ടുന്നുണ്ട്, സഹിക്കാനാവാത്ത ശിക്ഷ ഖബറാളിക്ക് കിട്ടുന്നുണ്ടെന്ന് അള്ളാഹ് എന്നെ അറിയിച്ചു. അതുകൊണ്ട് ഈത്തപ്പനയിൽ നിന്ന് ഒരു തണ്ട് പൊട്ടിച്ചു. ഈത്തപ്പനയിൽ നിന്ന് ഇങ്ങനെ മുളച്ചു വന്ന ഒരു തണ്ട് കുഴിച്ചിട്ടാൽ മുളക്കൂല. അതിന്നൊരു കഷ്ണം ഇങ്ങനെ പൊട്ടിച്ചിട്ട് അള്ളാന്റെ റസൂൽ ഖബറിന്റെ അടുത്ത് കുത്തി. എന്നിട്ട് പറഞ്ഞു, ഇത് ഉണങ്ങിപ്പോകുന്നത് വരെയെങ്കിലും ഈ ഖബറാളിക്ക് അള്ളാഹു ശിക്ഷ കുറച്ചു കൊടുക്കുമാറാകട്ടെ. ഇതാണ് ഇപ്പോൾ ഖബറിന്റെ മേലെ ചെടി കുത്താനുള്ള തെളിവ്. അല്ലാതെ സാധാരണ ഒരു ഖബറടക്കണ സമയത്ത് ഒരു ചെടിയും അള്ളാന്റെ റസൂൽ സഹാബത്തും കുത്തിയിട്ടില്ല. വയലൊന്നല്ല കഥ. നമ്മളെ അമലുണ്ടോ രക്ഷപ്പെടും. നിങ്ങൾ നല്ല നിസ്കാരമുള്ള ആളാ, നല്ല സക്കാത്ത് കൊടുത്ത ആളാ, തൗഹീദുള്ള ആളാ, ഒരു ചെടിയും വേണ്ട, ഒരു മൈലാഞ്ചിയും വേണ്ട രക്ഷപ്പെടാൻ. കള്ളുടിയനാണ്, തോന്നിയാസിയാണ്, വൃത്തിയട്ട ചങ്ങായിയാണ്, പള്ളിക്ക് വരില്ല, നിസ്കാരമില്ല, ഓൻ്റെ മേലെ പിന്നെ പന്തലിച്ച് വളർന്ന ചെടി വെച്ചിട്ടിട്ടും കാര്യമല്ല. അപ്പം അതിലല്ല കഥയുള്ളത്. വിഷയത്തെ നമ്മൾ പഠിക്കണം. അപ്പം അങ്ങനത്തെ പിന്നെ ഇസ്ലാമിലില്ലാത്തത് കാണുമ്പോൾ കുടുംബക്കാർ പറയണം, കച്ചറ ഉണ്ടാക്കണ്ട, ബഹളം ഉണ്ടാക്കണ്ട, അതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. നമ്മളൊക്കെ അത് കാണുമ്പോൾ മിണ്ടാതിരിക്കൽ എന്താണ്? ഇനി ഖബറിൻ്റെ അടുത്തൊന്നും ഒരു പ്രശ്നം ഉണ്ടാവേണ്ട, ഓല കുടുംബക്കാരല്ലേ പറയേണ്ടത്, അതിന് നമുക്ക് ബോധം വേണ്ടേ? അതുകൊണ്ട് അവർ പറയണം നല്ലത് പറഞ്ഞാൽ മതി, അതൊന്നും വേണ്ട കേട്ടോ. ഓൽക്കെന്ത് വാശിയുണ്ടോ? വേണ്ടായിരുന്ന പിന്നെ അവിടെ വെക്കാൻ ഇല്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ വിഷയത്തെ പഠിക്കണം. ഞാനിത് 2ാമത്തെ വിഷയത്തിലാണ് ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത്. ലലാലത്ത്, വഴികേട്, പുത്തനാചാരങ്ങൾ, ദുർമാർഗങ്ങൾ വരുമ്പോൾ അതിനൊക്കെ സാരല്ല എന്ന നിലക്ക് കാണുകയും അതിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും ചെയ്യുന്നത് അപകടമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച 2 കാര്യങ്ങളാണ് ഇപ്പോൾ ഖുത്ബയിൽ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു പഠിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കടുത്ത ഭാഷയിൽ തെറ്റാണ് എന്ന് പറഞ്ഞ ചില കാര്യങ്ങളെയാണ് നമ്മൾ എണ്ണിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഖുത്ബയിൽ 3ാമത്തെ കാര്യം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ലഅന റസൂലുള്ളാഹ്, അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചു, അൽ മുതശബ്ബിഹീന മിനർ റിജാലി ബിൻ നിസാ വൽ മുതശബ്ബിഹാത്തി മിനൻ നിസാഇ ബിർ റിജാൽ. ഇന്നത്തെ ഖുത്ബയിലെ 3ാമത്തെ കാര്യം, ആണുങ്ങൾ സ്ത്രീകളുടെ വേഷമോ സ്ത്രീകൾ പുരുഷന്മാരുടെ വേഷമോ അണിയുന്നവരെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു. വീട്ടിൻ്റെ ഉള്ളിൽ ഒരു ടീഷർട്ടൊക്കെ ഇട്ട് നമ്മുടെ ഒരു മോള് നിൽക്കുന്ന കാര്യമല്ലേ ഈ പറയണത്. സമൂഹത്തിൻ്റെ മുമ്പിലേക്ക്, ആളുകളുടെ മുമ്പിലേക്ക് ഒരു ടീഷർട്ട് ഒരു പാൻറ്റൊക്കെ ഇട്ട് ഇങ്ങനെ ഇറങ്ങുക. എൻ്റെ മോള് 9ലാ, ചെറിയ കുട്ടിയാ, നമുക്ക് ചെറിയ കുട്ടിയാ, പൂവാലന്മാർക്ക് പോലും ചെറിയ കുട്ടിയല്ല, കഴുക കണ്ണുകളുമായി കാത്തിരിക്കുന്നവർക്ക് ഒരു ചെറിയ കുട്ടികളൊന്നുമല്ല. എന്നിട്ട് ഇങ്ങനെ റോഡ് സൈഡിൽ ഓല കാത്തിരിക്കുക. വേഷവിധാനം ഇന്ന് ചുരിദാറുകൾ മാറിക്കൊണ്ടിരിക്കുക. നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക്. സാധാരണ ടെക്സ്റ്റൈൽസ് പോയിട്ട് സാധാരണ ചുരിദാർ ചോദിച്ചു നോക്ക്, സ്റ്റോക്കില്ല. എല്ലാ കുട്ടികൾക്കും ചെറിയ ടോപ്പാ, പാൻറ്റും ടോപ്പും മോഡലായി വരിക. ആൺകുട്ടിയാക്കും പെൺകുട്ടിയാക്കും വേറെ ഡ്രസ്സൊന്നുമില്ല. ഇനി ഇപ്പം അങ്ങനെയാണ്. 2024, ഇനി ഒരു 10 വർഷം കൂടി കഴിഞ്ഞാൽ ഒരുപാട് മാറ്റം ഉണ്ടാവും. അവിടെ ദീനീ ബോധമല്ലാതെ നമ്മുടെ മക്കളുടെ മുമ്പിൽ ഇത് പറഞ്ഞു കൊടുക്കാൻ വേറെ ഒരു മാർഗമില്ല. എന്നിട്ട് ഒപ്പം കൊണ്ടിടക്കുകയാണ്. വല്യമ്മ നല്ല മൂടി പുതച്ച് പർദ്ദട്ട് ഒരു ഷാള് ചുറ്റി, പിന്നെ അതിൻ്റെ മേലെ ഒരു തട്ടിട്ട്
വല്യമ്മാൻ്റെ തട്ടം കുറച്ച് നീങ്ങിയാൽ വലിയ പ്രശ്നമൊന്നുമില്ല. 3 തട്ടം എന്ന് പറയേണ്ട ആവശ്യമില്ല. വല്യമ്മ 3 തട്ടൊക്കെയാണ്. പിന്നെ 45 കാരി 50 കാരി വല്യമ്മാൻ്റെ മോള് സാരിൻ്റെ തല കൊണ്ടാ മറക്കുക. അതിൻ്റെ മോളാണ് ഈ 18, 20 +2 ഡിഗ്രിക്കും പഠിക്കണോള്. ഓൾക്ക് തട്ടം തന്നെയല്ല. എന്നിട്ട് വലിയ ദീനിയാണ്, വലിയ ഇസ്ലാമാ. മഗ്‌രിബ് കഴിഞ്ഞാൽ ഖുർആൻ എടുത്ത് ഓതുക. പുറത്തിറങ്ങുമ്പോൾ പടച്ചോൻ ഇഷ്ടമില്ലാത്ത കോലത്തിൽ ഇറങ്ങുക. ഇതൊക്കെ പച്ചക്ക് പറയാൻ പ്രിയപ്പെട്ടവരെ അള്ളാൻ്റെ ദീന് പറയണമെന്ന് താക്കീത് ചെയ്തതുകൊണ്ടാണ് ഇത് പറയണത്. എന്നിട്ട് ഇങ്ങനെ കൊണ്ടടക്കുക, ഭാര്യനെ ബൈക്കിലിരുത്തി പോവുക. ഇസ്ലാമിക വേഷമല്ല, രൂപമല്ല, ഒന്നുമില്ല. എന്നിട്ട് പള്ളിൻ്റെ മുമ്പിൽ സൈഡാക്കിയിട്ട് നിസ്കരിക്കാൻ വരിക. വളരെ വൃത്തിയട്ട വേഷത്തിലാകാൻ പുറത്തുക്കണ പെണ്ണ് ഓൻ്റെ ഭാര്യയാണ്. നിസ്കരിച്ചിട്ട് എന്താ കാര്യം? ഈ രൂപമൊക്കെ മാറണം. നമ്മൾ ചിന്തിക്കണം, നമ്മൾ ആലോചിക്കണം ഗൗരവത്തോടു കൂടി. പുരുഷ വേഷമണിയുന്ന സ്ത്രീയെയും സ്ത്രീ വേഷമണിയുന്ന പുരുഷനെയും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചു. അതിൻ്റെ വിശദീകരണത്തിൽ പറയണത് താടി, മീശ, വസ്ത്രം, പിന്നെ പെൻ സ്റ്റൈൽ മുടി, കേട്ടോ, ശാരീരിക ചലനം. വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാ. ശാരീരിക ചലനം വരെ ഒരു പെണ്ണിൻ്റെ രൂപത്തിലാക്കി ഒരു ആണ് നടക്കുക അള്ളാഹ് ശപിച്ചു എന്നാണ് പറഞ്ഞത്. പുരുഷന്മാർ പെണ്ണുങ്ങളെ പോലെ നീട്ടി മുടി വളർത്തുക, ഏറി വന്ന ഷോൾഡർ വരെ ഒരു പുരുഷന് മുടി വളർത്താം, അങ്ങനെയാണ്. പിന്നെ താടിയും മീശയും പുരുഷന് തന്നതാണ്, അത് വെട്ടാനാ പറഞ്ഞത്, വടിച്ചു കളയാൻ പാടില്ല. ജമീലാൻ്റെ ഭർത്താവ് മുഹമ്മദ്, വെറുതെ ഉദാഹരണം പറയാട്ടോ, ഇനി ഇവിടെ ഒരു ജമീലി മുഹമ്മദ് ഉണ്ടെങ്കിൽ ഇന്നെ പറ്റി പറഞ്ഞാൽ വിചാരിക്കണ്ട. ആയിഷാൻ്റെ ഭർത്താവ് ഇബ്രാഹിം, ബുഷ്റാൻ്റെ ഭർത്താവ് ഷിയാബ്. ഞാൻ ഇന്നെ തന്നെ പറയാമെന്ന് വിചാരിച്ചോളി. ഞാൻ ഓളെ പോലെ തന്നെ മീശയും പഠിച്ച് താടിയും പഠിച്ച് മുഖത്തൊക്കെ ഇങ്ങനെ ക്രീമൊക്കെ ഇട്ട് നടക്കുന്നാൽ അള്ളാൻ്റെ ശാപുണ്ട്. ഇതല്ല വെറുതെ പുരുഷന്മാർക്ക് വെറുതെ തന്നതല്ല. പക്ഷികളിൽ മയിലിന് ആണിനും പെണ്ണിനും വ്യത്യാസമല്ലേ? സിംഹത്തിൽ ആണിനും പെണ്ണിനും വ്യത്യാസമല്ലേ? അതുകൊണ്ട് ആണിൻ്റെ പൗരുഷത്തിൻ്റെ അടയാളമാണ് അവൻ്റെ മീശയും താടിയൊക്കെ. അത് ഇസ്ലാം പറഞ്ഞ പോലെ വെക്കുക. മീശ വെട്ടാൻ പറഞ്ഞു, അത് വെട്ടുക കേട്ടോ. താടി മിനിമം 1 പിടി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വെട്ടാമെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ അഭിപ്രായം പറഞ്ഞവരുണ്ട്. ഉമിക്കരി രേച്ചമാർക്ക് ഞാനിത് കൂട്ടത്തിൽ പെട്ട ആളാകാൻ തോന്നിക്കാൻ വേണ്ടിയിട്ട് അതിനേക്കാൾ 1 പോയിന്റ് വിടാതെ എപ്പോഴും മിഷീൻ വെച്ചുകൊണ്ട് നിൽക്കുക. ഞാൻ താടി വെച്ച ആളാന്ന് പറയുക. ഇതൊന്നുമല്ല ദീന്. അത് നിങ്ങളെ ഇഷ്ടമാണ്. ഇനി ഒരാൾ താടി വെച്ചിട്ടില്ല, ഓനൊന്നിനും പറ്റൂല എന്ന് പറഞ്ഞിട്ട് പരിഹസിക്കാനോ മാറ്റി നിർത്താനൊന്നും പോകണ്ട. 24 മണിക്കൂറും കൂലിട്ടുന്ന സാധനം. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മളെ ഈ താടി ഇവിടെ ഉണ്ട്, കൂലിയിട്ടും. മീശ വെട്ടിയിട്ടുണ്ട്, കൂലിയിട്ടും. 24 മണിക്കൂറും കൂലി. അള്ളാൻ്റെ റസൂൽ പറഞ്ഞതാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ വിഷയത്തെ നമ്മൾ പഠിക്കുക. ഇത് ഞാൻ പറഞ്ഞല്ല, പണ്ഡിതന്മാർ പറയാണ്. എന്താണ് ഈ ആണ് പെണ്ണ് വേഷം കെട്ടുക എന്ന് പറഞ്ഞാൽ വെറും ഡ്രസ്സ് മാത്രമല്ല. അവിടെ എണ്ണിയതാണ് മീശ, അവിടെ എണ്ണിയതാ താടി, അവിടെ എണ്ണിയതാ നടത്തം. ഭാര്യയ്ക്ക് ഹീലുള്ള ചെരുപ്പായി കൊടുക്കും. ഇത്ര ഹീല് ചെരുപ്പ്, കുറച്ച് ഉയരം കുറഞ്ഞ പെണ്ണ, കുറച്ച് കട്ടിയുള്ള ചെരുപ്പിടാ, അതിനൊന്നും പ്രശ്നമില്ല. ബാക്കിൽ ഒരു വടി പോലെ ഹീല്. ഇത് നേരെ നടക്കാൻ കഴിയോ? ഇല്ല. ഇങ്ങനെ ചെരിഞ്ഞും മറിഞ്ഞ് നടക്കുക. ഒരു പട്ടി പിന്നാലെ കൂടി ഓടാൻ കഴിയോ? ഇല്ല. 2 സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോൾ മറിഞ്ഞു വീഴും. എന്നാലും ഊരവേദനയ്ക്ക് സാധ്യത ഉണ്ടെന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. എന്നാലും ഒരു 5-6 മാസം നെളിഞ്ഞ് നടക്കാമല്ലോ നിലക്ക് അത് വാങ്ങിയിട്ടാണ്. ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്, ഇതൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. അള്ളാഹുവിൻ്റെ ദീന് ഞാനും നിങ്ങളും ഉൾക്കൊള്ളാനുള്ളതാണ്. ഇത് തമാശക്ക് വേണ്ടിയുള്ളതല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ വിഷയം നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. 4ാമത്തെ കാര്യം, 4 കാര്യം പറയാമെന്ന് പറഞ്ഞുകൊണ്ട് 4ാമത്തെ കാര്യം വിശദീകരിക്കാതെ ഒരൊറ്റ ഹദീസ് മാത്രം, കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭർത്താവിനെ നിഷേധിക്കുന്ന, ഭർത്താവിനെ അംഗീകരിക്കാത്ത, ഭർത്താവിനോട് ഒരു നിലക്ക് വിമുഖത കാണിക്കുന്ന സ്ത്രീയെയും അല്ലാഹു തആലയും അവൻ്റെ മലായിക്കത്തുകളും ശപിച്ചുകൊണ്ടിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. കുറേ ഉദാഹരണങ്ങൾ പറയാനുണ്ട്, ഒരൊറ്റ ഹദീസ് പറയാം. ഇദാ ദഅ റജുലു ഇംറഅതഹു ഇലാ ഫിറാശിഹി, തൻ്റെ ഭർത്താവ് തൻ്റെ ഭാര്യയെ വിരിപ്പിലേക്ക് ക്ഷണിച്ചു. ഭർത്താവ് തൻ്റെ ബെഡ്റൂമിലേക്ക്, തൻ്റെ വിരിപ്പിലേക്ക്, തൻ്റെ കട്ടിലേക്ക് ഭാര്യയെ ക്ഷണിച്ചു. ഫഅബത്, അവൾ അതിനെ നിരാകരിച്ചു, അവൾ കൂട്ടാക്കിയില്ല. ഫബാത ഗളബാന അലൈഹാ ലഅനതഹൽ മലായികതു ഹത്താ തുസ്ബിഹ, അയാൾ അവളോട് വല്ല ഈർഷതയും വെച്ചെന്ന് ഉറങ്ങിപ്പോയാൽ നേരം പുലരുവോളം മലായിക്കത്തുകൾ അവളെ ശപിച്ചുകൊണ്ടിരിക്കും. അത്ര കടപ്പാടുണ്ട് ഒരു സ്ത്രീക്ക് തൻ്റെ ഭർത്താവിനോട്. തിരിച്ചുണ്ട്, അത് വേറെ വിശദീകരിക്കേണ്ടതാണ്. തൻ്റെ വിരിപ്പിലേക്ക് തൻ്റെ ഭാര്യയെ ക്ഷണിച്ചിട്ട് ആ ക്ഷണം സ്വീകരിക്കാതെ അവൾ മാറിക്കിടന്നാൽ
നേരം പുലരുവോളം മലായിക്കത്തുകൾ അവളെ ശപിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു സമയത്ത് വിശദീകരിക്കാം. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള തൗഫീക്ക് അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു തആല പുറത്ത് എനിക്കും നിങ്ങൾക്കും മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവെ, മരണപ്പെട്ടവരുടെ കബറിടങ്ങളെ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. ലോകത്തിൻ്റെ എവിടെ വെച്ച് മരിക്കേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവെ, ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി സൂക്ഷ്മത പാലിക്കുന്ന തെറ്റുകളും പിഴവുകളും മനുഷ്യരെന്ന നിലക്ക് ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്. അല്ലാഹുവെ, നീ പുറത്ത് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവെ, ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി സൂക്ഷ്മത പാലിക്കാൻ കഴിയുന്ന മുത്തക്കീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവെ, ലോകത്തിൻ്റെ നാനാഭാഗത്ത് ഇസ്ലാമിൻ്റെ പേരിൽ വേദനിക്കുന്ന ആളുകൾക്ക് ആശ്വാസവും അറുതിയും നീ ഉണ്ടാക്കി കൊടുക്കണേ അല്ലാ. അപകട മരണങ്ങൾ ധാരാളം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അല്ലാഹുവെ, ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ബന്ധുമിത്രാദികളെയും ഞങ്ങളുടെ നാട്ടിലുള്ളവരെയും ഒക്കെ അല്ലാഹുവെ അപകട മരണങ്ങളിൽ ദുരന്തങ്ങളിൽ നിന്ന് നീ കാത്തു രക്ഷിക്കണേ അല്ലാ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബനാ അതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അഷ്ഹദു അൻ